നമസ്തേ കേരള ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. മൃതശരീരം ട്രെയിനിൽ കൊണ്ടുപോകാറുണ്ട്, അതും നമ്മൾ സഞ്ചരിക്കുന്ന പാസഞ്ചർ ട്രെയിനുകളിൽ. ഇന്ത്യൻ റെയിൽവേയിൽ ഇത്തരത്തിലൊരു സംവിധാനം ഉണ്ടെന്ന് എത്ര പേർക്കറിയാം? ഈ സൗകര്യം കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നത് അന്യസംസ്ഥാന തൊഴിലാളികൾ മരണപ്പെടുമ്പോഴാണ്. ഇതിന്റെ മാനദണ്ഡങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. ഇങ്ങനെ ട്രെയിനിൽ കൊണ്ടുപോകുന്ന മൃതശരീരങ്ങൾക്ക് പൂർണ്ണ ആദരവ് നൽകുന്നതിന്റെ ഭാഗമായി പാഴ്സൽ വാനുകളിൽ മറ്റു പാഴ്സലുകൾ ഒന്നും തന്നെ ഈ സമയത്ത് അനുവദിക്കാറില്ല. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും മരണപ്പെടുകയും ഇതുപോലെ ട്രെയിൻ വഴി ദൂരസ്ഥലങ്ങളിൽ എത്തിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ബന്ധപ്പെടേണ്ടത് റെയിൽവേ സ്റ്റേഷനിലെ പാഴ്സൽ ഓഫീസിലാണ്. അവിടെ നിങ്ങൾ സമർപ്പിക്കേണ്ട അനുബന്ധ രേഖകൾ: ഒന്ന്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, അതിനുശേഷം എംബാമിംഗ് സർട്ടിഫിക്കറ്റ് ആണ്. ഇനി അതൊരു അസ്വാഭാവിക മരണമാണെങ്കിൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. പാഴ്സൽ ഓഫീസിൽ 200 കിലോഗ്രാം പാഴ്സലിന്റെ ഫീസും നിങ്ങൾ അടക്കേണ്ടി വരും കേട്ടോ. മൃതശരീരം വെക്കുന്ന ബോക്സ് കൃത്യമായി എയർ ടൈറ്റനിങ് ചെയ്തിരിക്കണം. മൃതശരീരം കോച്ചിലേക്ക് കയറ്റുന്നതിന് മുൻപും ഇറക്കിയതിനു ശേഷവും കോച്ച് കൃത്യമായി അണുവിമുക്തമാക്കുകയും ചെയ്യും. മരണപ്പെട്ട ആളുമായി ബന്ധപ്പെട്ട ഒരാൾ അതേ ട്രെയിനിൽ ടിക്കറ്റ് എടുത്ത് കൂടെ പോകേണ്ടതാണ്. ഇന്ത്യൻ റെയിൽവേയിൽ ഇതുപോലൊരു ആംബുലൻസ് സൗകര്യമുള്ള കാര്യം 90% പേർക്കും അറിയില്ല. അതിനാൽ ഈ വിലപ്പെട്ട വിവരം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും. കൂടാതെ നിങ്ങൾക്ക് ഈ വിവരങ്ങൾ അറിയാമായിരുന്നോ എന്നും കൂടി കമന്റ് ചെയ്യുക കേട്ടോ. ന്യൂസ് ഡെസ്ക്, തിരുവനന്തപുരം.